നമസ്കാരം. ഞാൻ നിലമ്പൂർ ശ്യാം സുന്ദറാണ്. നിലമ്പൂർ പുതുവാധ്യാർമണ കൊട്ടാരത്തിൽ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട്. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. മലപ്പുറം ജില്ലാ കളക്ടറായ വി.ആർ. വിനോദ് സാറിൻ്റെ അടുത്താണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗം കൊണ്ട് ഓരോ കുടുംബത്തിലെയും അംഗങ്ങൾ വളരെയധികം കഷ്ടപ്പെടുന്ന വിവരം എല്ലാവർക്കും അറിയാം. അതിൻ്റെ കാരണകാര്യങ്ങൾ എന്താണെന്ന് പലർക്കും അറിയില്ല. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ബഹുമാനപ്പെട്ട കളക്ടർ സാറിൽ നിന്ന് തന്നെ നേരിട്ട് കേൾക്കാം. നമസ്കാരം. വ്യായാമമില്ലാത്തതും ഹെൽത്തി അല്ലാത്ത ഭക്ഷണ രീതികളും പല ജീവിതശൈലി രോഗങ്ങൾക്കും അതിലൂടെ മാരകമായ പല രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ഇത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമുക്ക് ചെറിയൊരു കാൽവെപ്പ് നമുക്കെല്ലാവരും കൂടെ ഒത്തുചേർന്ന് ചെയ്യേണ്ടതുണ്ട്. അതിനായി പഞ്ചസാര, ഉപ്പ്, എണ്ണ, ഭക്ഷണത്തിൽ ചേർക്കുന്ന കളർ ഇവ കുറയ്ക്കുന്നതിന് വേണ്ടി എല്ലാവരും ശ്രമിക്കേണ്ടതാണ്. ഇതെല്ലാം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നത്, ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടുവരുന്നതിൽ കുറച്ച് അംശം ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കുറയ്ക്കുക. അങ്ങനെ നിരന്തരമായി ശ്രമിക്കുന്നതിലൂടെ ഒരുപക്ഷെ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ തന്നെ സാധിക്കും. പഞ്ചസാരയുടെയും ഉപ്പിൻ്റെയും കൊഴുപ്പിൻ്റെയും ഭക്ഷണത്തിൽ ചേർക്കുന്ന കളറിൻ്റെയും അമിത ഉപയോഗം ഹൃദ്രോഗങ്ങൾക്കും ഒരുപക്ഷെ ചില ക്യാൻസറുകൾക്കും കാരണമാകുന്നതായി പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഇത്തരം ഉപദ്രവകാരികളായ വസ്തുക്കൾ കുറയ്ക്കുന്നതിനും അതോടൊപ്പം നന്നായി വ്യായാമം ചെയ്യുന്നതിനും ആക്റ്റീവായി ജീവിതത്തിൽ ഇടപെടുന്നതിനും ശ്രമിക്കേണ്ടത്. പ്രിയമുള്ളവരെ, സാറിൻ്റെ വലിയേറിയ സമയത്ത് നിന്ന് നിലമ്പൂർ സ്നേഹാലയം യൂട്യൂബ് ചാനലിലെ ഈ ഒരു കൊച്ചു ഇന്നത്തെ വീഡിയോയ്ക്ക് സമയം അനുവദിച്ചു തന്ന ബഹുമാനപ്പെട്ട കളക്ടർ സാർക്ക് നിലമ്പൂർ സ്നേഹാലയത്തിൻ്റെയും പുതുവാധ്യാർമണ കൊട്ടാരത്തിൻ്റെയും വിനീതമായ പാദനമസ്കാരം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഒരു വിധത്തിലുള്ള ഭക്ഷണവും എല്ലാം വിഷാംശമാണ്, മായം കലർന്ന ഭക്ഷണമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കുട്ടികളും നമ്മുടെ ബന്ധുക്കളും നമ്മളെല്ലാവരും കഴിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ അതിൽ നിന്ന് മാത്രമല്ല, ഭക്ഷണം കണ്ടമാനം കഴിക്കുകയാണ്. എന്താണ് കഴിക്കേണ്ടത്? അമിതമായ മാംസാഹാരം ഒരു പരിധിവരെ നമ്മളെ രോഗിയാക്കുക തന്നെയാണ്, അതിലൊരു തർക്കവും വേണ്ട. കൂടാതെ മദ്യം, ലഹരി പദാർത്ഥങ്ങൾ അത് വേറെയും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നല്ല വ്യായാമം, എഴുന്നേൽക്കുന്ന രീതി, ജീവിതത്തിലെ നമ്മൾ ശീലിക്കേണ്ട ഓരോ പാഠങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുക. പുലർക്കാലെ എഴുന്നേറ്റ് ഒരിത്തിരി വ്യായാമം ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണം രീതിയിൽ വലിച്ചു വാരി എന്തെങ്കിലും വയറ് നിറച്ച് കഴിക്കാതെ ആവശ്യത്തിന് മാത്രം, അതും പകുതി വയറ് ഭക്ഷണം കഴിക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഈ ലഹരി പദാർത്ഥങ്ങൾ വർജിക്കുക. മാംസം, പ്രത്യേകിച്ച് ബീഫ്, ചിക്കൻ, ഇതെല്ലാം ഒരു പരിധിവരെ നമ്മളെ രോഗിയാക്കുക തന്നെയാണ്, അതിലൊരു തർക്കവുമില്ല. ഇതിൽ നിന്ന് എല്ലാം മാറ്റം വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ആശുപത്രിയിലെ വരാന്തയിൽ പോയി നോക്കുക, ഒരു ദിവസം എത്ര രോഗികളാണ്. കാരണം എന്താണ്? പഴയ കാലത്ത് ചേമ്പിൻ്റെ ഇലയും താളും മുരിങ്ങയിലയും അതുപോലെ ചീരയും ഇതൊക്കെയായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അന്നത്തെ കാലത്ത് നമ്മുടെ പൂർവികർക്ക് അധികം രോഗങ്ങളില്ലായിരുന്നു. ഇന്ന് ധാരാളം പണം കുന്നുകൂടിയപ്പോൾ നമ്മൾക്ക് എന്തൊക്കെയാണ് കഴിക്കേണ്ടതെന്ന് അറിയില്ല. ഒരു ദിവസം മട്ടനാണെങ്കിൽ ഒരു ദിവസം ബീഫ്, ഒരു ദിവസം ചിക്കൻ, അത് കഴിഞ്ഞാൽ മത്സ്യം, വീണ്ടും മട്ടൻ. അങ്ങനെയാണ് ഓരോ വ്യക്തിയുടെയും ജീവിത രീതികൾ. അതിൽ നിന്ന് മാറ്റം വന്ന് പച്ചക്കറി പരമാവധി ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ക്യാൻസർ അടക്കമുള്ള മഹാരോഗങ്ങളെയൊക്കെ തടയാൻ നമുക്ക് തീർച്ചയായും കഴിയും. എല്ലാവർക്കും വിനീതമായ നമസ്കാരം.